കർണാടക മൺസൂൺ അഡ്വഞ്ചർ സീരീസിന്റെ രണ്ടാമത്തെ എപ്പിസോഡിൽ ഉടുപ്പിന്ന് മൂകാംബികയിലേക്കുള്ള യാത്രയും മൂകാംബിക അമ്പലമൊക്കെ കണ്ട് അവിടുന്ന് കൊടജാദ്രി മല കയറി സർവജ്ഞപീഠം കണ്ട കാഴ്ചകളും ഒക്കെയാണ് നിങ്ങൾ ഇന്ന് കാണാൻ പോകുന്നത്. വണ്ടർ സ്ട്രിപ്പിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കൊച്ചിയിൽ നിന്ന് 450 കിലോമീറ്ററോളം ഡ്രൈവ് ചെയ്ത് നമ്മുടെ യാത്രയുടെ രണ്ടാമത്തെ ദിവസമാണ് ഉടുപ്പിയിലെത്തിയത്. രാവിലെ 8:30 ഉടുപ്പിയിലെത്തിയ നമ്മൾ കാറിൽ ഉണ്ടായിരുന്ന ലഗേജൊക്കെ റൂമിൽ കൊണ്ടുപോയി വെച്ചു. പെട്ടെന്ന് ഫ്രഷായി ഒട്ടും ടൈം വേസ്റ്റ് ചെയ്യാതെ മൂകാംബികയിലേക്കുള്ള യാത്ര ആരംഭിച്ചു. ഉടുപ്പിയിൽ നിന്ന് മൂകാംബികയിലേക്ക് 75 കിലോമീറ്ററാണ് ദൂരം. ഹെമാഡി പറയുന്ന സ്ഥലം വരെ ഈ കാണുന്ന NH66 വഴിയാണ് പോകേണ്ടത്. കർണാടക എൻ്റർ ആയതിനു ശേഷം 4ാമത്തെ ടോൾ ബൂത്താണ് നമ്മൾ ഈ കാണുന്നത്. എല്ലാ ടോൾ ബൂത്തുകളിലും 60-80 എന്ന റേഞ്ചിലാണ് ടോള് കൊടുക്കുന്നത്. രാവിലെ ഫുഡൊന്നും കഴിക്കാത്തതുകൊണ്ട് ഉടുപ്പി വിട്ടപ്പോൾ ഹോട്ടൽ പരതി തുടങ്ങി. അവസാനം ഒരു വൃത്തിയുള്ള ഹോട്ടൽ കണ്ടപ്പോൾ നമ്മളെ വണ്ടി അവിടെ നിർത്തി. ഈ കാണുന്ന ശ്രീ ഗണേഷ് ഗ്രാൻഡിലാണ് നമ്മളെ വണ്ടി നിർത്തിയത്. ഓപ്പൺ കിച്ചൺ ആയതുകൊണ്ട് തന്നെ നമുക്ക് വിശ്വസിച്ച് ഫുഡ് കഴിക്കാം. നല്ല ചൂട് പൂരിയും ഉപ്മാവ് അഥവാ കന്നഡക്കാരെ സ്വന്തം ഉപ്പിട്ടുമാണ് നമ്മൾ ഓർഡർ ചെയ്തത്. ഇതിന്റെ കൂടെ ചായയും കാപ്പിയും ഒക്കെ ഓർഡർ ചെയ്തിരുന്നു. ഫുഡൊക്കെ കഴിച്ച് പുറത്തിറങ്ങി. നല്ല ഫുഡായതുകൊണ്ട് വയറും നിറഞ്ഞു, മനസ്സും നിറഞ്ഞു. ഇനിയും 1 മണിക്കൂറോളം യാത്ര ചെയ്താലാണ് മൂകാംബിക എത്തുന്നത്. പുറത്ത് നല്ല മഴയായതുകൊണ്ട് പോകുന്ന വഴിക്കൊക്കെ കുടജാദ്രി പോകുന്ന കാര്യമായിരുന്നു മനസ്സിൽ. ഈ ഒരു മഴക്കാല യാത്രയുടെ മെയിൻ ഹൈലൈറ്റ് ആണ് കുടജാദ്രിയിലേക്കുള്ള ജീപ്പ് റൈഡും അത് കഴിഞ്ഞുള്ള ട്രക്കിങ്ങും. കുറച്ചു ദൂരം NH66 യാത്ര ചെയ്തതിന് ശേഷം ഈ കാണുന്ന റൈറ്റ് എടുത്ത് നമുക്ക് മൂകാംബികയിലേക്ക് പോകാം. കേരളത്തിൽ നിന്ന് മൂകാംബികയിലേക്ക് വരാൻ ഏറ്റവും എളുപ്പമുള്ള മാർഗം ട്രെയിനാണ്. പൂനെയിലേക്കും ഡൽഹിയിലേക്കും ഒക്കെ പോകുന്ന ട്രെയിൻ കയറി ഉടുപ്പി അല്ലെങ്കിൽ ബൈന്ദൂരിലിറങ്ങി അവിടുന്ന് ബസ് മാർഗം മൂകാംബികയിലെത്താം. ഇനിയുള്ള യാത്രയിൽ നമുക്ക് കാണാനുള്ളത് ഗ്രാമങ്ങളും കാടുകളും കൃഷിഭൂമികളും ഒക്കെ നിറഞ്ഞ കാഴ്ചകളാണ്. അരവിന്ദന്റെ അതിഥികൾ സിനിമയിലെ പാട്ടൊക്കെ കേട്ട് ഒരു ഫീലോടെ വരുമ്പോഴാണ് ദൂരെ ഈ ഗോപുരം കണ്ടത്. മൂകാംബികയിലേക്ക് വരുന്ന ആളുകളെ വെൽക്കം ചെയ്തുകൊണ്ട് നിൽക്കുന്ന ഒരു വലിയൊരു കവാടം. ഈ ഒരു കവാടത്തിന്റെ ഫ്രണ്ടിൽ നിന്ന് ഫോട്ടോ എടുത്തിട്ടില്ലെങ്കിൽ എങ്ങനെ? അതുകൊണ്ട് തന്നെ നമ്മൾ വണ്ടി യൂടേൺ അടിച്ച് ഇതിനെ ഫേസ് ചെയ്ത് നിർത്തി കുറെ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു. പതിനൊന്നരയോടെ നമ്മൾ കൊല്ലൂരെത്തി. ആദ്യം പോയത് സൗപർണിക തീരത്തേക്കാണ്. സൗപർണിക തീരത്താണ് മൂകാംബിക അമ്പലം സ്ഥിതി ചെയ്യുന്നത്. ഈ ഒരു പുഴ ഉത്ഭവിച്ചിരിക്കുന്നത് കൊടജാദ്രി മലനിരകളിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ ഇതൊരു പുണ്യതീർത്ഥമായിട്ടാണ് അറിയപ്പെടുന്നത്. മൂകാംബിക അമ്പലത്തിൽ വരുന്ന മിക്ക ആളുകളും ഇവിടെ വന്ന് ഒന്ന് മുങ്ങിക്കുളിച്ചിട്ടൊക്കെയാണ് അമ്പലത്തിലേക്ക് പോകാറ്. പക്ഷേ ഇപ്പം മുങ്ങിക്കുളിക്കാൻ നിന്ന പൊടി പോലും കിട്ടില്ല. അത്രയും ശക്തിയായിട്ടാണ് ഇതിൻ്റെ ഒരു ഒഴുക്ക്. മഴയായതുകൊണ്ട് അധിക സമയമൊന്നും നമ്മളിവിടെ ചെലവഴിച്ചില്ല. വേഗം തന്നെ കാറ് സ്റ്റാർട്ട് ചെയ്തു അമ്പലത്തിലേക്ക് വിട്ടു. ഇവിടുന്ന് ഒരു 300 മീറ്റർ മാത്രമേ ഉള്ളൂ അമ്പലത്തിലെ പാർക്കിങ്ങിലേക്ക് എത്താനുള്ള ദൂരം. തിരക്കുള്ള സമയങ്ങളിൽ അധിക വശവും പാർക്കിംഗ് ഒക്കെ ഫുള്ളായിരിക്കും. പക്ഷെ ഇപ്പം ഫ്രീ ആയിട്ടാണ്. ഈ ഒരു സമയത്ത് അധികം തിരക്കൊന്നും ഉണ്ടാവില്ല. പാർക്കിംഗ് ഫീസ് എന്ന് പറയുന്നത് 50 രൂപയാണ്. അതിന് പ്രത്യേകിച്ച് സമയമൊന്നുമില്ല. കാരണം നമ്മൾ ഇപ്പം വെക്കുന്ന വണ്ടി ഇനി വൈകിട്ട് മാത്രമേ എടുക്കുള്ളൂ. സൗപർണിക നദിയാണ് ഈ സൈഡിലൂടെ ഒഴുകുന്നത്. നല്ല മഴയുള്ള സമയത്തൊക്കെ വന്നാൽ ഇതുപോലെ ചളി വെള്ളം ഒഴുകുന്നതായിരിക്കും നമുക്ക് കാണാൻ പറ്റുന്നത്. പാർക്കിങ്ങിന് ഏകദേശം 100 മീറ്ററോളം നടന്നിട്ടാണ് അമ്പലത്തിന്റെ ഫ്രണ്ടിൽ എത്തുന്നത്. നല്ല മഴയും ഒരു ഉച്ച സമയമായിട്ട് കൂടെ ഇവിടെ അത്യാവശ്യം തിരക്ക് നമുക്ക് കാണാം. മൂകാസുരനെ വധിച്ച് മൂകാംബികയായ ദേവി, ശ്രീ ശങ്കരാചാര്യർ തപസ്സിരുന്നപ്പോൾ വരം കൊടുത്ത ദേവി. കൊല്ലൂർ സൗപർണിക തീരത്ത് കേരളത്തിന് മാത്രമല്ല ഇന്ത്യയിലെ പല ഭാഗത്തും മൂകാംബിക ദേവിയെ കാണാൻ ആളുകൾ വരാറുണ്ട്. മഹാകാളിയും മഹാലക്ഷ്മിയും സരസ്വതിയും ഒക്കെ ഇവിടെയുണ്ട്. അതുകൊണ്ട് തന്നെ പല ആളുകളും അരങ്ങേറ്റത്തിനും ചെറിയ കുട്ടികളെ എഴുത്തിനിരുത്താനും ഒക്കെ ഇവിടെ വരാറുണ്ട്. നമ്മൾ കറക്റ്റ് ദേവിയുടെ എഴുന്നള്ളത്ത് സമയത്താണ് അമ്പലത്തിനകത്ത് കയറിയത്.
നടയടക്കേണ്ട സമയമായതുകൊണ്ട് 100 രൂപയുടെ ടോക്കൺ എടുത്തിട്ടാണ് നമ്മൾ അകത്തേക്ക് കയറിയത്. ഇത് കൂടാതെ ഡയറക്റ്റ് ദർശനത്തിന് 500 രൂപയുടെ ഒരു പൂജ കഴിപ്പിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് പോയിട്ട് ദർശനം ചെയ്യാൻ പറ്റും, ഈ ക്യൂവിലൊന്നും നിൽക്കാതെ. ഇവിടുത്തെ ഒരു ഉത്സവം എന്ന് പറയുന്നത് നവരാത്രിയുടെ ടൈമിലാണ്. നവരാത്രി സമയത്തോ അല്ലെങ്കിൽ ഏതെങ്കിലും വിശിഷ്ട പൂജ നടക്കുന്ന സമയത്താണ് ഈ കാണുന്ന സ്വർണ്ണരഥത്തിൽ ദേവി എഴുന്നള്ളിക്കുന്നത്. ഉച്ചയ്ക്ക് നമ്മൾ അമ്പലത്തിൽ നിന്ന് തന്നെയാണ് ഫുഡ് കഴിക്കുന്നത്. ഈ കാണുന്ന വലിയ ഓഡിറ്റോറിയത്തിലാണ് ഇവർ പ്രസാദ സദ്യ കൊടുക്കുന്നത്. അങ്ങനെ കുറേ കറികളും കാര്യങ്ങളൊന്നുമില്ല. ഇതാണ് നമുക്ക് ഇന്ന് കിട്ടിയ ഫുഡ്. ചോറും സാമ്പാറും ഒരു ചമ്മന്തിയും. ഇതൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ഒരു നല്ല പായസവും. ധാരാളം ആളുകൾ നമ്മളെ പോലെ തന്നെ ഇവിടെ ഇരുന്ന് ഫുഡ് കഴിക്കുന്ന കാണാൻ കഴിയും. ഫുഡൊക്കെ കഴിച്ച് നമ്മൾ പുറത്തിറങ്ങി നടന്ന് ഇനി അടുത്തൊരു പ്ലാൻ എന്ന് പറഞ്ഞാൽ കൊടജാദ്രി പോകുന്നതാണ്. ഇവിടുന്ന് പോകാൻ പറ്റുമോ എന്നൊന്നും അറിയില്ല, കാരണം അത്രക്കും മഴ പെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു പ്ലാൻ നടക്കുമെന്നറിയില്ല. നമുക്ക് പുറത്തിറങ്ങി ഇവിടുത്തെ ജീപ്പ് സ്റ്റാൻഡ് പോയി കൊടജാദ്രിയിലേക്കുള്ള ജീപ്പ് ഉണ്ടോ എന്ന് ആദ്യം നോക്കണം. മൂകാംബിക അമ്പലത്തിലെ അടികയുടെ വീടാണ് ഈ കാണുന്നത്. നമുക്ക് എന്തെങ്കിലും സ്പെഷ്യൽ പൂജയൊക്കെ വേണ്ടിക്കില്ല നമുക്ക് ഡയറക്റ്റ് ഇവിടെ വന്നിട്ട് ഇവരെ ഏൽപ്പിച്ചാൽ മതി. ഈ റൈറ്റ് സൈഡിൽ കാണുന്ന കൗണ്ടറിലൊക്കെ തിരക്കുള്ള സമയത്ത് ക്യൂ നിൽക്കേണ്ട സൗകര്യങ്ങളാണ് ഈ ഒരുക്കിയിരിക്കുന്നത്. ഇതുവഴി നേരെ നടന്നു പോയി ഒരു ഓട്ടോ സ്റ്റാൻഡും ഒരു പോലീസ് സ്റ്റേഷനൊക്കെ കാണും. അതിന്റെ തൊട്ടടുത്തായിട്ടാണ് ഈ ഒരു ജീപ്പ് സ്റ്റാൻഡ് വരുന്നത്. ഈ ഒരു ജീപ്പിലാണ് നമ്മൾ ഇന്ന് കൊടജാദ്രി പോകുന്നത്. പോകാൻ പറ്റുന്ന ഒട്ടും പ്രതീക്ഷയില്ല, കാരണം അത്രയും ശക്തിയായിട്ടാണ് ഇവിടെ മഴ പെയ്യുന്നത്. സൗപർണികയിൽ ഒഴുകി വരുന്ന വെള്ളത്തിന്റെ ശക്തി നിങ്ങൾ കണ്ടതല്ലേ. കൊടജാദ്രി മലയിൽ നിന്നാണ് ആ വെള്ളമൊക്കെ വരുന്നത്. മുക്കാൽ മണിക്കൂറോളം ഇതുപോലത്തെ വഴിയിലൂടെ യാത്ര ചെയ്താലാണ് ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ് എത്തുന്നത്. അവിടുന്ന് വീണ്ടും ഒരു അരമണിക്കൂറോളം ഉള്ള യാത്രയിലാണ് നമുക്ക് ഓഫ് റോഡ് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നത്. 29 കിലോമീറ്റർ ആണ് മൂകാംബിക അമ്പലത്തിൽ നിന്ന് കുടജാദ്രിയിലേക്ക് ജീപ്പിൽ പോകാനുള്ള ദൂരം. അവിടുന്ന് വീണ്ടും 1.5 കിലോമീറ്ററോളം ട്രക്ക് ചെയ്താലാണ് സർവജ്ഞ പീഠം എത്തുന്നത്. ഇനി ജീപ്പിന്റെ റേറ്റ് പറയുകയാണെങ്കിൽ ഒരാൾക്ക് 400 രൂപ ജീപ്പിനും 70 രൂപ ഫോറസ്റ്റ് എൻട്രി ഫീസുമാണ്. 8 പേരായാലാണ് ജീപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇനി നിങ്ങൾക്ക് പ്രൈവറ്റ് ആയിട്ട് ജീപ്പ് എടുക്കണമെങ്കിൽ ഈ ഒരു 8 പേരുടെ പൈസ നമ്മൾ ഒറ്റക്ക് പേ ചെയ്യേണ്ടി വരും. ഏകദേശം 3000 രൂപയോളം വരും ഒരു ജീപ്പ് പ്രൈവറ്റ് ആയിട്ട് എടുക്കണമെങ്കിൽ. കുറെ ദൂരം യാത്ര ചെയ്ത് കഴിഞ്ഞാൽ ഫോറസ്റ്റിൽ കയറുന്നതിന് മുമ്പ് ഈ കാണുന്ന സ്ഥലത്ത് ഒരു 5-10 മിനിറ്റ് ചായ കുടിക്കാൻ വണ്ടി നിർത്തും. ഈ ഒരു സ്ഥലം കഴിഞ്ഞാൽ വേറെ കടകളൊന്നും ഇനി മുന്നോട്ട് നമുക്ക് കാണാൻ കഴിയില്ല. മഴക്കാലം ആയതുകൊണ്ട് നമ്മൾ എങ്ങോട്ട് നോക്കിയാലും പച്ചപ്പാണ് കാണാൻ കഴിയുന്നത്. കുടജാദ്രിയിലേക്കുള്ള യാത്രയുടെ പകുതി ദൂരം മാത്രമാണ് ഇത്ര സമയമായിട്ട് കവർ ചെയ്തിട്ടുള്ളൂ. ഇനിയുമുണ്ട് അരമണിക്കൂറോളം നീണ്ടു നിൽക്കുന്ന ജീപ്പ് റൈഡും അത് കഴിഞ്ഞ് 1.5 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ട്രക്കിങ്ങും. ആ കാഴ്ചകളൊക്കെ അടുത്ത എപ്പിസോഡിൽ ഡീറ്റെയിൽ ആയിട്ട് കാണാം. ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കണ്ട. സ്റ്റേ ട്യൂൺ ഫോർ എൻ അഡ്വഞ്ചർ വീഡിയോ. ബൈ.